ഓ മതിയടാ, ഇത് കഴിച്ചോണ്ടിരിക്കാൻ നേരമില്ല. ഓ അമ്മ എവിടെ പോണു? ഞാൻ എവിടെയും പോകുന്നില്ല. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അതിൽ അടുത്ത അധ്യായത്തിലെ 7-ാം ഖണ്ഡം വായിച്ചു തീർക്കണം എനിക്ക്. കണ്ടോ? കണ്ടവല്ല, 7-ാം ഖണ്ഡം കേട്ടിട്ടുണ്ടോ? കണ്ണം. ആക്കട്ടെന്നാ. ആ അയ്യോ, അവിഞ്ഞ കോമഡി അടിക്കാതെ ഒരു ദോശം കൂടെ എനിക്കിടും. അല്ല, ഞാൻ അടിക്കുന്ന അവിഞ്ഞ കോമഡി അല്ലേ, അപ്പൊ ഞാൻ ദോശ എടുത്ത് തരുന്നില്ല. അയ്യോ, നല്ല കോമഡി. കറിയേലും ഒഴിച്ചതാ. അവ ദോശ. കഴിക്കും. എന്തു പറ്റി? വല്ല വഴക്ക് വല്ലതും ഉണ്ടായോ? വല്ലാതിരിക്കുന്നേ എന്താ മക്കളെ? അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? ആ അതാ ഞാനും ചോദിച്ചേ. അതൊന്നുമല്ല കാര്യം. പിന്നെ അവളാ അച്ഛമ്മ ഇന്ന് മൈൻഡ് ചെയ്തില്ല. അച്ഛമ്മ മൈൻഡ് ചെയ്തില്ല എന്തോ? അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? അയ്യോ, എന്താടാ? അമ്മ അവളടുത്ത് ഇന്നലെ പറഞ്ഞോ അവളടുത്ത് നിന്ന് എന്തോ കളിക്കാന്നും പിന്നെ കഥകളൊക്കെ പറയാന്നൊക്കെ. അയ്യോ മക്കളെ, ഇങ്ങോട്ട് നോക്കിക്കേ. അച്ഛമ്മ പറഞ്ഞില്ലേ അച്ഛമ്മയ്ക്ക് ഇന്ന് കുറച്ച് കൂടുതൽ വായിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അച്ഛമ്മ വരൂല്ലേ ഇതിനൊക്കെ? അല്ല, കൊച്ചമ്മക്ക് നാളെ എന്തോന്ന് കേട്ടെടുത്ത് പരീക്ഷ വല്ലതും ഉണ്ടോ? ഉണ്ട്. വരുന്നോടാ നീ? ഞാൻ വരുന്നില്ല, ഞാൻ എനിക്കത് പറ്റില്ല. ശരി. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. ഈ പുച്ഛം അല്ല, അത് ഈ പറഞ്ഞെന്ന് വിചാരിച്ചു. പുച്ഛമല്ല, എങ്ങനെ പറയും? പുച്ഛം. പുച്ഛം, പുച്ഛമല്ല, പുച്ഛം. ചിലപ്പോ ഛാ ശരിയാവും, ചിലപ്പോ ഛാ ശരിയാവൂല. ആരെയും പുച്ഛിക്കരുത്, അതാണ് പറയേണ്ടത് കേട്ടാ. എഴുത്ത്. അമ്മ അവൾക്ക് ആകെ ഒരു അവധി ദിവസമല്ലേ കിട്ടുന്നത്. അമ്മ ഈ ബുക്കൊക്കെ വായിക്കാൻ മാറ്റി വെച്ചിട്ട് അവിടെ ഒന്ന് ചിരിക്കുകയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. എന്റെ പൊന്നു മോളെ, ഇങ്ങോട്ട് നോക്കിക്കേ. അച്ഛമ്മ വായിക്കുന്നതേ ചുമ്മാ ഈ കണാകുണാ പുസ്തകമല്ല. അതൊന്ന് വായിച്ചു തീർന്നാൽ അച്ഛമ്മയ്ക്കും മനസ്സിനൊരു സുഖമാണ്. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് എന്റെ പൊന്നുമോള് ചെറിയമ്മയുടെ കൂടോ അമ്മയുടെ കൂടോ ഒക്കെ എഴുതുകയോ കളിക്കുകയോ ഒക്കെ ചെയ്താട്ടെ. ഈ അമ്മൂമ്മമാര് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അമ്മ. അയ്യോ കഷ്ടം. മക്കളെ, ഇന്നൊരു ദിവസം ഉണ്ടല്ലോ, അച്ഛമ്മയെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഈ പുസ്തകം അങ്ങ് തീരും. അല്ല, ആഞ്ഞു പിടിക്കേണ്ടതൊന്ന് ചിക്കൻ ബിരിയാണിയാ. തമാശ പറഞ്ഞാണ്. അല്ല, ഇത് കേട്ടതൊന്നും അമ്മ പുസ്തകം കഴിക്കുകയാണ്. ആണോ? അതങ്ങനെ പലതും തോന്നും. ഇവൻ ഇങ്ങനെ തോന്നും, നിനക്ക് അങ്ങനെ തോന്നും. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ പുസ്തകം എന്താന്നും വായനാശീലം എന്താന്നൊക്കെ ആദ്യം പഠിക്കണം എന്റെ പൊന്നു കുഞ്ഞെ. ഒരു ശരിയായ പുസ്തക പുഴുവിനെ വിശപ്പിന് നല്ലൊരു ബുക്ക് കിട്ടിയാൽ മതി. ഇന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇതിന് ആരെങ്കിലും വേണോ? അല്ല, ഇങ്ങോട്ട് നോക്ക്. നീ പണിക്കർ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് രാമപണിക്കർ സാറാ? ഓ, എനിക്ക് വയ്യ എന്റെ പൊന്നു ദൈവമേ. എടാ കൈതേ, ഈ മനുഷ്യർക്ക് ഈ വായനാശീലം തുറന്നു കൊടുത്ത PN പണിക്കർ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇല്ല, കേട്ടിട്ടില്ലല്ലോ. ആ എന്നാ അത് പറ. അദ്ദേഹത്തിന്റെ മരണ ദിവസമാണ് ഇന്നും ദേശീയ തലത്തിൽ നമ്മളൊരു വലിയ വായനാ ദിനമായി കൊണ്ടാടുന്നത്. മനസ്സിലായി. ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്ഷമിക്കണം കൊച്ചമ്മ. ഇന്ന് തന്നെ ഞാൻ ഒരു പേപ്പറിൽ അത് കുറിച്ച് വെച്ചേക്കാം. ഇല്ലേ, മറന്നു, അതുകൊണ്ടാണ്. മറന്നു. അതുകൊണ്ട് ഈ കുറച്ച് ചുമ്മാതെ അങ്ങനുണ്ട് ഇങ്ങനുണ്ട് കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ വായനാശീലം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം വളരും. തന്നെ കൊച്ചമ്മ. കൊച്ചമ്മ ഇത് പറഞ്ഞപ്പോ എനിക്ക് നല്ല വിശപ്പ് തോന്നും. ദോശ ഇരിക്കുന്നു, കഴിക്കും. അയ്യേ, ആ വിശപ്പല്ല, കൊച്ചമ്മ പറഞ്ഞ വിശപ്പ്. അതായത് പുസ്തകപ്പുഴുവാകാനുള്ള വിശപ്പ്. ശരി, ഏതായാലും നിനക്ക് മനസ്സിലായല്ലോ. കാര്യം പുച്ഛം കിച്ചൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവന് ഇച്ചിരി വിവരമുണ്ട്. നിനക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ ഞാൻ എടുത്തു തരാം. ശരി കൊച്ചമ്മ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.